ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ എനിക്കും മാഗ്നയ്ക്കും ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയുർവേദ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതുവഴി തന്നെ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് കയറാവുന്ന രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആയുർവേദ ക്യാൻറ്റീൻ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഇച്ചിരി നടക്കണം. മെയിൻ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഫ്രണ്ടിലാണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഭാഗം ഇച്ചിരി കൂടി ഉള്ളിലേക്ക് നീങ്ങിയിട്ടാട്ടോ. അപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അവിടേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആയുർവേദ ക്യാൻറ്റീനും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എഗ്ഗിൻ്റെ എല്ലാവിധ വെറൈറ്റീസും ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഈ ആയുർവേദ ക്യാൻറ്റീൻ്റെ അവിടേക്ക് നടക്കുന്ന ഈ രണ്ട് സൈഡിലുള്ള മരങ്ങൾ കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇച്ചിരി മരങ്ങളുള്ളൂ, പക്ഷെ ഇത് ഇവിടെ നിന്ന് തൊട്ട് നിറയെ മരങ്ങളാണ് രണ്ട് സൈഡിലും. ഒരു ചെറിയൊരു കുഞ്ഞു കാടിൻ്റെ പ്രതീതിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ സസ്യങ്ങളും അങ്ങനത്തെ മരങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഉള്ളത്. ചെറുത് മുതൽ ചെറിയ കുഞ്ഞു തൈകളൊക്കെ തൊട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ ചെറിയ ബോർഡിൽ എഴുതി വെച്ചാണ് ഇതൊക്കെ അതിൻ്റെ പേരുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് നേരെ ചെല്ലുന്നത് അമല ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പം നമുക്ക് രണ്ട് സൈഡിൽ കൂടെ ആക്സസ് ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീൻ്റെ അവിടേക്ക് എത്തുകയാണ്. ഇതിൻ്റെ നേരെ കാണുന്നത്, അതായത് ഈ സൈഡിലൊരു ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. അവിടെ ആമ്പലും അതുപോലെ മീനുകളും ഉണ്ട്. നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാനായിട്ട് കുറച്ച് നേരം അവിടേക്ക് ഇരിക്കാനായിട്ട് നല്ല ഇതാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ നൈറ്റിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോരും. പക്ഷേ അല്ലാതെ നമുക്കും ഇരിക്കാനായിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല. അങ്ങനെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് നേരെ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. അവിടെ ഞാൻ ഒരു ദിവസം പിന്നെ ഫുള്ളായിട്ട് അവിടെ പോയിട്ടിടാം. ഇതിൻ്റെ നേരെ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറച്ച് വെറൈറ്റി പൂക്കളും വെറൈറ്റി ഇതൊക്കെ ഉള്ളതാണ്. വെറൈറ്റി ആയുർവേദ സസ്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് നേരെ കാണുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് ഏരിയയുള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ബട്ടർഫ്ലൈസ് എപ്പോഴും പലതരം ബട്ടർഫ്ലൈസ് ഉണ്ടാവും. നമ്മൾ കാണാത്തൊക്കെ തരം കുറേ വരകളും പുള്ളികളൊക്കെ ആയിട്ടുള്ളതൊക്കെ കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഹരിത റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു റാമ്പാണ് നമുക്ക് കയറി പോകാനായിട്ട്. അങ്ങനെ നമ്മളവിടെ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി. ഞങ്ങളപ്പോൾ നേരെ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി വന്ന് ഞങ്ങളവിടെ ഇരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അവിടെ മണിപ്പൂരീസ് എന്നാണ് കൂടുതലും ഇപ്പോൾ നിൽക്കുന്നത്. മുൻപ് നമ്മുടെ മലയാളി ചേച്ചിമാരൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ മലയാളി ചേച്ചിമാരുണ്ട്, പക്ഷെ കുറവാണ്. ഇപ്പോൾ ഇവർ കുറേ പേരുണ്ട്. കാരണം അവിടെ വരുന്നത് ഒരുവിധം ഫോറിനേഴ്സൊക്കെ ആയിരിക്കും. ഞാനാണെങ്കിൽ ദോശയും സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ടാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ചായയും. മാഗ്ന മീൽസാണ് കഴിച്ചത്. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ പറഞ്ഞായിരുന്നു കേട്ടോ. ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫിഷ് ഫ്രൈ വെജ് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതായത് അതുപോലെ വെജ് ചിക്കൻ കറിയുണ്ട്. നമ്മുടെ സോയയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഫിഷാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷിൻ്റേതായുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. മസാലയുടെ ടേസ്റ്റൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് മുക്കുറ്റി എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓണൊക്കെ ആവാറായില്ലോ, മുക്കുറ്റിയാണോ എന്ന് പറഞ്ഞിട്ട് മുക്കുറ്റി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന്. അപ്പോൾ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് മുക്കുറ്റിയല്ല എന്നുള്ളത്. ഇത്ര പേരത്ത് മുക്കുറ്റിയോ എന്നിങ്ങനെ മനസ്സിലാലോചിച്ചിട്ടാണ് ഞാൻ ഓടിച്ചെന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് മുക്കുറ്റിയല്ല, വേറൊരു പൂവാണ്. ഈ പൂവ് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇതിൻ്റെ ചുറ്റും ഒത്തിരിയും ആയുർവേദത്തിൻ്റെ മരുന്നുകൾക്ക് യൂസ് ചെയ്യുന്ന ചെടികളും അങ്ങനെ പിന്നെ അല്ലാത്ത ചെടികളും ഭംഗിക്കുള്ള ചെടികളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാനായാലും അവിടെ ഇരിക്കാനായാലും. നമുക്കവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ തോന്നും. നമ്മൾ നൈറ്റിനൊക്കെ വരുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുന്നിടത്തൊരു മീനിൻ്റെ അക്വേറിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് ഞങ്ങളപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോന്നു. അപ്പോഴാണിത് നമ്മൾ പറഞ്ഞില്ലേ മരങ്ങളുടെ പേരുകൾ, ഇതൊക്കെയാണ് കേട്ടോ. പേരങ്ങനെ അടുത്ത് ക്ലിയർ ആവുന്നില്ല അല്ലേ.
പിന്നീട് ഞാൻ ഓരോന്നോരോന്ന് സ്പെസിഫൈ ചെയ്ത് ഇടാൻ പറ്റുക നോക്കിയിട്ട് ഇടാം. ഞങ്ങളിങ്ങനെ ഓരോ പേരുകൾ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നമുക്കറിയാവുന്ന ഏതെങ്കിലും മരമുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്കായിട്ട് തന്നെ ഇറങ്ങി. അപ്പോഴാണ് പുളി കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. വാവ്, പുളിമരം നമുക്ക് അറിവുള്ളതാണല്ലോ. അതുപോലെ ഇത് ചന്ദനമരമാണ് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഇവിടെ ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മഞ്ചാടിയുടെ കുഞ്ഞു മരമാണ്. നമ്മുടെ മഞ്ചാടി മരം മുൻപ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ആ സൈഡിൽ മരമൊക്കെ വെട്ടിയെന്ന് തോന്നുന്നുണ്ട്, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ സൈഡിലുണ്ടായിരുന്നു. മഞ്ചാടി എപ്പോഴും വീഴുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതുണ്ടല്ലോ, പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലിങ്ങനെ വലുതായിട്ടുണ്ടായില്ല, ചെറുതായിട്ടുണ്ടായുള്ളൂ. ഇതൊരു ഇതെന്താന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട്. അതുപോലെ ഇതിങ്ങനെ നിവർത്തിയിട്ട് വലിച്ചൂരിയിട്ട് അതിന് എന്തോ പേര് പറയും, പക്ഷെ എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വന്നപ്പോണ്ട് പിന്നെ ഈ സൈഡിൽ നോക്കിയപ്പോണ്ട് ഇത് തന്നെ ഇഷ്ടം പോലെ നിൽക്കുന്നു. അപ്പോഴാണ് ഇതിൻ്റെ പേരാണെങ്കിൽ മറന്നും പോയിട്ടാവും. ഇതല്ല, ഈ പച്ച. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചേടാ ഇതിൻ്റെ പേരാണെങ്കിൽ ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ മേഘനയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ മേഘനയും പറഞ്ഞു മേഘനയുടെ വീട്ടിലും പണ്ടുണ്ടായിരുന്നു ഇതിങ്ങനെ. നമ്മൾ ഒത്തിരി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ രൂപങ്ങളൊക്കെ ആയിട്ട് നിർത്തും. അങ്ങനെ പൂവിൻ്റെ പോലെ അല്ലെങ്കിൽ കസേരയുടെ പോലെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെട്ടിച്ചെത്തിയൊക്കെ നിർത്തുന്ന ചെടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പേര് എന്ത് ചെയ്താൽ ഓർത്തിട്ട് കിട്ടിയില്ല. അങ്ങനെ പിന്നെയാണെങ്കിൽ ഞങ്ങളങ്ങനെ നടന്നു പോന്നപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം ഞങ്ങൾ അങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഇത്രയും വലുത് നിരയിൽ ഇങ്ങനെ നിന്നിട്ട് പോലും നമ്മൾ ഇത്ര നാളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കണ്ടപ്പോഴാണ് ഇതും ഈ ചെടി തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത് നിന്ന് നോക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ബായ്, വീണ്ടും കാണാം.